നമസ്കാരം, ഏവർക്കും PSC ചലഞ്ചറിന്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ അഖിൽ. നമ്മൾ പഠിച്ചു വന്ന കറണ്ട് അഫയർ സീരീസിൽ ഒരു പുതിയ ഭാഗം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. 2021 ജൂലൈ മാസത്തിലെ ക്ലാസ്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഡിഗ്രി ലെവൽ പരീക്ഷ എഴുതുന്നവർ 2021 ജൂലൈ വരെ പഠിച്ചാൽ മതിയെന്ന്. അപ്പോൾ ജൂലൈ കൂടി നമ്മുടെ ഏറ്റവും വേഗത്തിൽ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതുപോലെ നമ്മള് PSC ബുള്ളറ്റിനെ ബേസ് ചെയ്താണ് ഫസ്റ്റ് ക്ലാസ് ചെയ്യുന്നത്. അതിനുശേഷമായിരിക്കും മറ്റ് സോഴ്സുകളെ ഡിപ്പെൻഡ് ചെയ്ത ക്ലാസ്സുകൾ വരിക. പുതിയതായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ ശ്രദ്ധിക്കുക. ഒരുപാട് പേര് പല ടോപ്പിക്ക് എങ്ങനെ പഠിക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. പ്ലേലിസ്റ്റ് നോക്കുക. മലയാളമാണെങ്കിൽ പ്ലേലിസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കറണ്ട് അഫേഴ്സ് ആണെങ്കിൽ കറണ്ട് അഫേഴ്സ് 2020 എന്ന പേരിൽ ഒരു പ്ലേലിസ്റ്റും 21 എന്ന പേരിൽ ഒരു പ്ലേലിസ്റ്റും ഉണ്ട്. ആദ്യം 20 പഠിക്കുക, അതിനുശേഷം 21 പഠിക്കുക. IT എന്ന പേരിൽ പ്ലേലിസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോ ടോപ്പിക്കും കേരള ഹിസ്റ്ററി എല്ലാ മോഡൽ തന്നെ ചെയ്തിട്ടുണ്ട്. അവ കൃത്യമായി ഫോളോ ചെയ്യുക. അതേപോലെ നമ്മുടെ ടെലഗ്രാം ചാനൽ, ഫേസ്ബുക്ക് പേജ്, ഫേസ്ബുക്ക് ഗ്രൂപ്പ്, അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഞാൻ ചെയ്യുന്ന ഫ്രീ ലൈവ് ക്ലാസ്സുകൾ എന്നിവയുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ആരംഭിക്കുന്ന ബാച്ച് കോഴ്സുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇവിടെ ഷെയർ ചെയ്യാണ്. നമ്മൾ LDC മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഒരു 50 ഡേയ്സ് ബാച്ച് കോഴ്സ് അൺഅക്കാഡമിയിലെ ടോപ്പ് 12 എഡ്യൂക്കേറ്റേഴ്സിനെ ഉൾപ്പെടുത്തി സിലബസ് പൂർണ്ണമായും കവർ ചെയ്യുന്ന രീതിയിൽ ലോഞ്ച് ചെയ്യുകയാണ്. അതായത് ഇനി വരുന്ന 50 ദിവസങ്ങളിൽ ഫുൾ ഡേ ലൈവ് ക്ലാസ്സുകൾ, ഫുൾ ടൈം ക്ലാസ്സുകളാണ് ഈ ഓരോ അധ്യാപകരുടെയും. അപ്പോൾ നമുക്ക് മിസ്സാവുന്ന ക്ലാസ്സുകൾ എത്ര തവണ വേണമെങ്കിലും പിന്നീട് പ്ലേ ചെയ്ത് പഠിക്കാം. പഠിക്കുന്ന പോർഷൻസിനെ ബേസ് ചെയ്ത് ഡൗട്ട് ക്ലിയർ സെക്ഷൻസും റിവിഷൻസും ഒപ്പം തന്നെ മോക്ക് ടെസ്റ്റുകളും ഉണ്ടാകും. അതേപോലെ എല്ലാ ക്ലാസ്സുകളുടെയും PDF നോട്ട്സും അവൈലബിൾ ആണ്. അപ്പോൾ LDC പ്രിപ്പറേഷൻ ഏറ്റവും അവസാന ഘട്ടത്തിൽ നന്നായിട്ട് കൊണ്ടുപോകാൻ ഈ ഒരു കോഴ്സ് സഹായിക്കും. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും ചേർന്ന് പഠിക്കുക. അതേപോലെ LGS മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നമ്മളൊരു 50 ഡേയ്സ് ബാച്ച് കോഴ്സ്, അതേപോലെ LGS മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയും നമ്മളൊരു 55 ഡേയ്സ് ബാച്ച് കോഴ്സ് ലോഞ്ച് ചെയ്യുകയാണ്. അൺഅക്കാഡമിയിലെ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സിനെ ഉൾപ്പെടുത്തി 55 ദിവസം കൊണ്ട് LGS സിലബസ് പൂർണ്ണമായും കവർ ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന കോഴ്സാണ്. അപ്പോൾ ഈ രണ്ട് കോഴ്സുകളും ചേർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ നമ്മുടെ റെഫറൽ കോഡായ PSC ചലഞ്ചർ യൂസ് ചെയ്താൽ ഫീസിൽ 10% ഓഫ് ലഭിക്കുന്നതാണ്. ഈ രണ്ട് പരീക്ഷകൾക്കും അവസാന ഘട്ടം നന്നായിട്ടൊരു റിവിഷൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ തീർച്ചയായും ഈ ഒരു കോഴ്സിൽ ചേർന്ന് പഠിച്ചാൽ അവർക്ക് ഏറ്റവും ഉപകാരപ്രദമായി മാറുന്ന കോഴ്സായിരിക്കും ഇത്. നിലവിൽ അൺഅക്കാഡമിയിലെ ഫീസ് സ്ട്രക്ചർ ഇങ്ങനെയാണ്. നമ്മുടെ റെഫറൽ കോഡ് കൂടി യൂസ് ചെയ്യുമ്പോൾ വരുന്ന ചേഞ്ചസ് ആണ് സെക്കൻഡ് ബോക്സിൽ കാണിച്ചിരിക്കുന്നത്. അതുപോലെ നിലവിൽ അൺഅക്കാഡമിയിൽ ഒരു വർഷത്തെ സബ്സ്ക്രിപ്ഷൻ ഒരുമിച്ചെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് 2 മാസം കൂടി അഡീഷണൽ സബ്സ്ക്രിപ്ഷൻ പീരീഡ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും ചേർന്ന് പഠിക്കുക. ചേർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ റെഫറൽ കോഡ് കൂടി യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് പോയിന്റ്, ഒരു വിയോഗമാണ്. ഗാനരചയിതാവ് S രമേശൻ നായർ അന്തരിച്ചു. കവിയും ഗാനരചയിതാവുമായിരുന്ന S രമേശൻ നായർ അന്തരിച്ചു. ശ്രദ്ധിച്ചോണം, അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് 2018 നേടിക്കൊടുത്തൊരു കൃതിയുണ്ട്. ഗുരു പൗർണമി എന്നാണ് അതിന്റെ പേര്. വേണമെങ്കിൽ പരീക്ഷ ഇങ്ങനെ ചോദിക്കാം, അടുത്തിടെ അന്തരിച്ച S രമേശൻ നായർക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ്? ഗുരു പൗർണമി. അപ്പോൾ പഠിക്കുക, കവിയും ഗാനരചയിതാവുമായിരുന്ന S രമേശൻ നായർ അന്തരിച്ചു. അപ്പൊ അദ്ദേഹമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റൻ ആണ്. S രമേശൻ നായർക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ്? ഗുരു പൗർണമി. പഠിക്കുക, ഗുരു പൗർണമി. കിട്ടിയല്ലോ. വീണ്ടും മറ്റൊരു വിയോഗമാണ്. ഗാനരചയിതാവായിരുന്ന പൂവച്ചൽ ഖാദർ അന്തരിച്ചു. ഗാനരചയിതാവ് പൂവച്ചൽ ഖാദർ അന്തരിച്ചു. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കവിതാ സമാഹാരങ്ങളാണ് കളിവീണ, പാടുവാൻ, പഠിക്കുവാൻ. അപ്പോൾ ശ്രദ്ധിക്കുക, അന്തരിച്ച പൂവച്ചൽ ഖാദറിന്റെ പ്രശസ്തമായ കവിതാ സമാഹാരങ്ങൾ ഏതൊക്കെയാണ്? കളിവീണ, പാടുവാൻ, പഠിക്കുവാൻ. കളിവീണ, പാടുവാൻ, പഠിക്കുവാൻ. അതുപോലെ ഓർക്കുക, അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഗാന സമാഹാരത്തിന്റെ പേരാണ് ചിത്തിരത്തോണി. ഗാന സമാഹാരത്തിന്റെ പേരാണ് എന്ത്? ചിത്തിരത്തോണി. കിട്ടിയല്ലോ. അപ്പോൾ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തിടെ അന്തരിച്ച ഗാനരചയിതാവായ പൂവച്ചൽ ഖാദറിന്റെ പ്രശസ്തമായ കവിതാ സമാഹാരങ്ങൾ ഏതൊക്കെയാണ്? കളിവീണ, പാടുവാൻ, പഠിക്കുവാൻ. ഏതൊക്കെയാണ്? കളിവീണ, പാടുവാൻ, പഠിക്കുവാൻ. അതേപോലെ അദ്ദേഹത്തിന്റെ ഗാന സമാഹാരത്തിന്റെ പേരാണെന്ത്? ചിത്തിരത്തോണി. അദ്ദേഹത്തിന്റെ ഗാന സമാഹാരത്തിന്റെ പേരാണെന്ത്? ചിത്തിരത്തോണി. പഠിക്കുക, അദ്ദേഹത്തിന്റെ ഗാന സമാഹാരത്തിന്റെ പേരാണ് ചിത്തിരത്തോണി. വീണ്ടും മറ്റൊരു വിയോഗമാണ്. കേരള പട്ടമ്മാൾ എന്നറിയപ്പെട്ട കർണാടക സംഗീതജ്ഞയായിരുന്ന പാറശാല B പൊന്നമ്മാൾ അന്തരിച്ചു. ശ്രദ്ധിച്ചോണം, തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്തിടെ അന്തരിച്ച പാറശാല B പൊന്നമ്മാൾ ഏത് മേഖലയിൽ പ്രസിദ്ധിയായിരുന്നു? കർണാടക സംഗീതജ്ഞയായിരുന്നു. പ്രത്യേകത, തിരുവനന്തപുരം
സ്വാതിരുനാൾ സംഗീത കോളേജിലെ ആദ്യ വിദ്യാർത്ഥിനിയും അതേപോലെ ആദ്യ വനിതാ പ്രിൻസിപ്പളും പിന്നീട് ആദ്യ വനിതാ പ്രിൻസിപ്പളുമായി മാറിയ വ്യക്തിയാണ് ആര്? പാറശാല ബി പൊന്നമ്മാൾ. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, അന്തരിച്ച പാറശാല ബി പൊന്നമ്മാൾ ഏത് മേഖലയിൽ പ്രസിദ്ധിയായിരുന്നു? കർണാടക സംഗീതജ്ഞയായിരുന്നു. എന്താണ് പ്രത്യേകത? സ്വാതിരുനാൾ സംഗീത കോളേജിലെ ആദ്യ വിദ്യാർത്ഥിനിയായിരുന്നു. അതേപോലെ സ്വാതിരുനാൾ സംഗീത കോളേജിന്റെ ആദ്യ വനിതാ പ്രിൻസിപ്പൾ ആയതും ആരാണ്? പാറശാല ബി പൊന്നമ്മാൾ ആണ്. കർണാടക സംഗീതജ്ഞയായിരുന്നു. അപ്പോൾ വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം, അടുത്തിടെ അന്തരിച്ച പാറശാല ബി പൊന്നമ്മാൾക്ക് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് ഏത് വർഷമെന്ന്? 2017 പഠിക്കുക. അടുത്തിടെ അന്തരിച്ച പാറശാല ബി പൊന്നമ്മാൾക്ക് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് ഏത് വർഷമാണ്? 2017. അടുത്തിടെ അന്തരിച്ച പാറശാല ബി പൊന്നമ്മാൾക്ക് പത്മശ്രീ പുരസ്കാരം ലഭിച്ച വർഷം ചോദിച്ചാൽ ഏത് വർഷമാണ്? 2017. പഠിക്കുക. അടുത്തിടെ അന്തരിച്ച പാറശാല ബി പൊന്നമ്മാൾക്ക് പത്മശ്രീ പുരസ്കാരം ലഭിച്ച ഏത് വർഷമാണ്? 2017. കിട്ടിയല്ലോ. ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വീണ്ടും ഇന്റർനാഷണൽ ലെവലിൽ നിന്നുള്ള ഒരു പുരസ്കാരമാണ്. 2021 റഷ്യയിലെ ചെബസ്കറി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ, ശ്രദ്ധിച്ചോണം, ചെബസ്കറി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് മലയാള ചിത്രമായ ഹാസ്യത്തിനാണ്. ഇത് സംവിധാനം ചെയ്തത് ജയരാജ് ആണ്. ശ്രദ്ധിച്ചോണം, 2021 റഷ്യയിലെ ചെബസ്കറി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം ലഭിച്ച മലയാള സിനിമ ഏതെന്ന് ചോദിച്ചതാണ്? ഹാസ്യം. മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം ലഭിച്ച മലയാള ചിത്രം ഏതാണ്? ഹാസ്യം. ഇത് സംവിധാനം ചെയ്ത ആരാണ്? ജയരാജ് ആണ്. അപ്പോൾ 2021 റഷ്യയിലെ ചെബസ്കറി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം ലഭിച്ച മലയാള ചിത്രം ഏതാണ്? ഹാസ്യം. കിട്ടിയല്ലോ. ദെൻ കേരളത്തിന്റെ ആയുർവേദ കുലപതി എന്നറിയപ്പെടുന്ന PK വാര്യർ അന്തരിച്ചു. കേരളത്തിന്റെ ആയുർവേദ കുലപതി എന്നറിയപ്പെടുന്ന PK വാര്യർ അന്തരിച്ചു. പന്ന്യാമ്പള്ളി കൃഷ്ണൻകുട്ടി വാര്യർ, PK വാര്യർ. അപ്പോൾ PK വാര്യരുടെ ആത്മകഥയുടെ പേരാണ് സ്മൃതി പർവം. അദ്ദേഹത്തിന് 2008 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിരുന്നു ഈ ആത്മകഥയ്ക്ക്. അപ്പോൾ ചോദിക്കാം, കേരളത്തിന്റെ ആയുർവേദ കുലപതിയായ PK വാര്യരുടെ ആത്മകഥയുടെ പേരെന്ത്? എന്താണ്? സ്മൃതി പർവം. അതേപോലെ അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചത് 1999 പത്മഭൂഷൺ ലഭിച്ചത് 2010 പത്മശ്രീ ഏത് വർഷം ലഭിച്ചു? 1999 ലഭിച്ചു. പത്മഭൂഷൺ ഏത് വർഷം ലഭിച്ചു? 2010 ലഭിച്ചു. അപ്പോൾ ശ്രദ്ധിച്ചോണം, കേരളത്തിന്റെ ആയുർവേദ കുലപതി ആരാണ്? PK വാര്യർ ആണ്. പന്ന്യാമ്പള്ളി കൃഷ്ണൻകുട്ടി വാര്യർ ആണ്. അദ്ദേഹം അടുത്തിടെ അന്തരിച്ചു. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരെന്താണ്? സ്മൃതി പർവം. 2008 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിരുന്നു അതിന്. അതേപോലെ PK വാര്യർക്ക് പത്മശ്രീ ലഭിച്ചത് 1999 പത്മഭൂഷൺ ലഭിച്ചത് 2010 പത്മഭൂഷൺ ഏത് വർഷം ലഭിച്ചു? 2010 ലഭിച്ചു. അപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് എല്ലാം വളരെ ഈസി അല്ലേ? അടുത്തിടെ അന്തരിച്ച S രമേശൻ നായർക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ്? ഗുരു പൗർണമി. അന്തരിച്ച പൂവച്ചൽ ഖാദറിന്റെ കവിതാ സമാഹാരങ്ങൾ ഏതൊക്കെയായിരുന്നു? കളിവീണ, പാടുവാൻ പഠിക്കുവാൻ. അതേപോലെ അദ്ദേഹത്തിന്റെ ഗാന സമാഹാരത്തിന്റെ പേരെന്താണ്? ചിത്തിരത്തോണി. അതേപോലെ അന്തരിച്ച പാറശാല ബി പൊന്നമ്മാൾ കേരള പട്ടമ്മാൾ എന്നറിയപ്പെടുന്നു. എന്തായിരുന്നു പ്രത്യേകത? കർണാടക സംഗീതജ്ഞയായിരുന്നു. 2017 പത്മശ്രീ ലഭിച്ചു. ശ്രദ്ധിച്ചോണം. അതേപോലെ 2021 റഷ്യയിലെ ചെബോസ്കറി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം ലഭിച്ച മലയാള സിനിമ ഏതാണ്? ഹാസ്യം. ആര് സംവിധാനം ചെയ്തു? ജയരാജ്. അതേപോലെ കേരളത്തിന്റെ ആയുർവേദ കുലപതി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? PK വാര്യർ. അടുത്തിടെ അന്തരിച്ചു. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരെന്താണ്? സ്മൃതി പർവം. അതിന് 2008 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ PK വാര്യർക്ക് പത്മശ്രീ ലഭിച്ചത് 1999 പത്മഭൂഷൺ ലഭിച്ചത് 2010 അപ്പൊ അത്രയും ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് അടുത്ത ഫേസിലേക്ക് പോകാം. കേരളത്തിന്റെ പുതിയ DGP ആയി നിയമിതനായ വ്യക്തി ആരാണ്? അനിൽകാന്ത് ആണ്. ശ്രദ്ധിച്ചോണം, കേരളത്തിന്റെ പുതിയ DGP ആരാണ്? അനിൽകാന്ത് ആണ് കേരളത്തിന്റെ പുതിയ DGP. ആയി നിയമിതനായ വ്യക്തി ആരാണ്? അനിൽകാന്ത്. ദളിത് വിഭാഗത്തിൽ നിന്നുള്ള കേരളത്തിലെ ആദ്യത്തെ DGP ആണ് ആര്? അനിൽകാന്ത്. പഠിച്ചോണം, ദളിത് വിഭാഗത്തിൽ നിന്നുള്ള കേരളത്തിലെ ആദ്യത്തെ DGP ആണ് ആര്? അനിൽകാന്ത്. അപ്പൊ അവിടെ ഓർക്കാൻ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. കേരളത്തിന്റെ ആദ്യത്തെ DGP ആരായിരുന്നു? T അനന്തശങ്കര അയ്യർ. ആരാണ്? T അനന്തശങ്കര അയ്യർ. പഠിച്ചോണം, കേരളത്തിന്റെ ആദ്യ DGP ആരെന്ന് ചോദിച്ചാലാണ് T അനന്തശങ്കര അയ്യർ ആയിരുന്നു. ദെൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിൽ ആദ്യമായി സിക്ക വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല ഏത്? തിരുവനന്തപുരം ജില്ലയാണ്. ഒഫീഷ്യലി ആണ്, ശ്രദ്ധിച്ചോണം. ചിലരത്തൊക്കെ കോഴിക്കോട് എന്ന് കാണും, തെറ്റാണ്. കേരളത്തിൽ ആദ്യമായി സിക്ക വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. നമുക്കറിയാം, ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് COVID-19 തൃശ്ശൂരിലായിരുന്നു. അതേപോലെ
ഷിഗല്ല ബാക്ടീരിയ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട എവിടെയായിരുന്നു ആദ്യമായിട്ട് കേരളത്തിൽ? അത് കോഴിക്കോട് ജില്ലയിലായിരുന്നു. നിപ്പ വൈറസ് ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട എവിടെയായിരുന്നു? കോഴിക്കോട് ജില്ലയിലായിരുന്നു. അതുകൊണ്ട് ഇത്തവണ കോഴിക്കോട് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓർത്തോണം, എവിടെയാണ് സിക്ക വൈറസ് ആദ്യമായിട്ട്? തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. സിക്ക വൈറസ് ലോകത്ത് ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കുരങ്ങുകളിലാണ്. ഉഗാണ്ടയിൽ 1947 ഉഗാണ്ടയിലാണ് ആദ്യമായിട്ട് ഈ സിക്ക വൈറസ് കണ്ടെത്തുന്നത്. കുരങ്ങുകളിലായിരുന്നു. മനുഷ്യരിൽ സിക്ക വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 1954 നൈജീരിയയിലായിരുന്നു. മനുഷ്യരിൽ ആദ്യമായിട്ട് സിക്ക വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട എവിടെയാണ്? നൈജീരിയയിലായിരുന്നു. 1954 1954 നൈജീരിയയിലായിരുന്നു ആദ്യമായിട്ട് മനുഷ്യരിൽ സിക്ക വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അതുകൂടി പഠിച്ചിരിക്കാം. ദെൻ അടുത്തിടെ കേന്ദ്ര മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ചു. നമ്മള് പ്രധാനപ്പെട്ട എല്ലാ മന്ത്രിമാരെ കുറിച്ചും 31 മന്ത്രിമാരെ കുറിച്ചും വളരെ രസകരമായിട്ട് പഠിച്ചു. ഇനി അതൊരിക്കലും നിങ്ങൾ മറക്കത്തില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പൊ സഹമന്ത്രിമാരിൽ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വളരെ ചാൻസ് കുറവാണ്. എങ്കിലും ഒരു മലയാളി കൂടി, നമുക്കറിയാം വി മുരളീധരൻ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയായിട്ടുണ്ട്. അതുകൂടാതെ മലയാളിയായ രാജീവ് ചന്ദ്രശേഖർ കൂടി കേന്ദ്ര മന്ത്രിസഭയിലേക്ക് വന്നിട്ടുണ്ട് സഹമന്ത്രിയായിട്ട്. അദ്ദേഹം നൈപുണ്യ വികസനം, സംരംഭകത്വം, IT ഇലക്ട്രോണിക്സ് മന്ത്രാലയം എന്നിവയുടെ ചുമതലയാണ് സഹമന്ത്രിയായിട്ട് വഹിക്കുന്നത്. അപ്പോൾ കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടനയിൽ മലയാളിയായ ആരുകൂടി മന്ത്രിയായിട്ടുണ്ട്? രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ്? നൈപുണ്യ വികസനം, സംരംഭകത്വം, IT ഇലക്ട്രോണിക്സ് മന്ത്രാലയം. സഹമന്ത്രിയാണ്, ശ്രദ്ധിച്ചോണം. ദെൻ പരക്കും സിംഗ് എന്നറിയപ്പെടുന്ന കായിക താരം, എല്ലാവർക്കും അറിയാം, ഇന്ത്യയുടെ അഭിമാനം മിൽഖ സിംഗ് അടുത്തിടെ അന്തരിച്ചു. മിൽഖ സിംഗ് അറിയാലോ, 1960 റോം ഒളിമ്പിക്സിൽ അദ്ദേഹത്തിന് റേസിംഗിൽ 400 മീറ്റർ ഓട്ടത്തിൽ വളരെ ചെറിയ PT ഉഷയെ പോലെ തന്നെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിന്റെ വ്യത്യാസത്തിലാണ് വെങ്കല മെഡൽ നഷ്ടമായത്. 1960 റോം ഒളിമ്പിക്സ് ആയിരുന്നു. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, അടുത്തിടെ അന്തരിച്ച മിൽഖ സിംഗിന്റെ ആത്മകഥയുടെ പേര്? ദ റേസ് ഓഫ് മൈ ലൈഫ്. പരക്കും സിംഗ് എന്നറിയപ്പെടുന്ന മിൽഖ സിംഗിന്റെ ആത്മകഥയുടെ പേരെന്താണ്? ദ റേസ് ഓഫ് മൈ ലൈഫ്. ദ റേസ് ഓഫ് മൈ ലൈഫ്. ദെൻ ശ്രദ്ധിച്ചോണം, ഏഷ്യൻ സംസ്കാരം പ്രചരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ജപ്പാനിലെ ഒരു പുരസ്കാരമുണ്ട്. 2021 ഫുക്കുവോക്ക ഗ്രാൻഡ് പുരസ്കാരം. ആ പുരസ്കാരത്തിന്റെ പേരാണ് ഫുക്കുവോക്ക ഗ്രാൻഡ് പുരസ്കാരം. ഫുക്കുവോക്ക ഗ്രാൻഡ് പുരസ്കാരം ഏഷ്യൻ സംസ്കാരം പ്രചരിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇത് ഇന്ത്യൻ മാധ്യമ പ്രവർത്തകനായ P സായിനാഥിനാണ് ലഭിച്ചത്. ഇന്ത്യൻ മാധ്യമ പ്രവർത്തകനായ P സായിനാഥിനാണ് ലഭിച്ചത്. അപ്പോൾ പരീക്ഷയിൽ ചോദിക്കാം, 2021 ജപ്പാനിലെ ഫുക്കുവോക്ക ഗ്രാൻഡ് പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ മാധ്യമ പ്രവർത്തകനായിരുന്നു. ആരാണ്? P സായിനാഥ്. പഠിക്കുക, P സായിനാഥ്. ദെൻ ഇമ്പോർട്ടന്റ് ആണ്, കായിക മേഖലയുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ്. അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം എന്ന റെക്കോർഡ് അടുത്തിടെ സ്വന്തമാക്കിയത് മിഥാലി രാജ്. ഇമ്പോർട്ടന്റ് ആണ്, അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം എന്ന റെക്കോർഡ് അടുത്തിടെ സ്വന്തമാക്കിയത് ഇന്ത്യയുടെ മിഥാലി രാജ് ആണ്. തീർച്ചയായിട്ടും ചോദിക്കും. അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ 10,000 റൺസ് തികച്ച ആദ്യ താരം ഇംഗ്ലണ്ടിന്റെ ചാർലറ്റ് എഡ്വേർഡ് ആയിരുന്നു. ശ്രദ്ധിച്ചോണം, അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ 10,000 റൺസ് തികച്ച ആദ്യ താരമായിരുന്നു ഇംഗ്ലണ്ടിന്റെ ചാർലറ്റ് എഡ്വേർഡ് ആയിരുന്നു. 10,000 റൺസ് തികച്ച രണ്ടാമത്തെ താരമായിട്ട് മാറിയതാരാണ്? മിഥാലി രാജ് ആണ്. പക്ഷെ ടോട്ടൽ റൺസിൽ ഇപ്പോൾ മിഥാലി രാജ് ആരെ മറികടന്നു? ചാർലറ്റ് എഡ്വേർഡിനെ മറികടന്നു. അപ്പൊ ശ്രദ്ധിച്ചോണം, അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം എന്ന റെക്കോർഡ് നിലവിൽ ആരുടെ പേരിലാണ്? മിഥാലി രാജിനാണ്. അപ്പൊ ഓർത്തോണം, അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ 10,000 റൺസ് തികച്ച ആദ്യ താരം ഇംഗ്ലണ്ടിന്റെ ചാർലറ്റ് എഡ്വേർഡ് ആയിരുന്നു. അവിടെ രണ്ടാമതാണ് 10,000 റൺസ് ആര് തികച്ചത്? മിഥാലി രാജ്. പക്ഷേ റീസെന്റ് ടോട്ടൽ റൺസിൽ ആരെ മറികടന്നു? ചാർലറ്റ് എഡ്വേർഡിനെ മറികടന്നു. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇവിടെ പഠിച്ചതും വളരെ ഈസി ആയിട്ടുള്ള പോയിന്റ് അല്ലേ? കേരളത്തിന്റെ പുതിയ DGP ആരാണ്? അനിൽകാന്ത്. കേരളത്തിൽ ആദ്യമായി സിക്ക വൈറസ് എവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു? തിരുവനന്തപുരത്ത്. അതേപോലെ കേന്ദ്ര മന്ത്രിസഭയിൽ സഹമന്ത്രിയായ മറ്റൊരു മലയാളി ആരാണ്? നിലവിൽ രാജീവ് ചന്ദ്രശേഖർ ആണ്. അദ്ദേഹം നൈപുണ്യ വികസനം, സംരംഭകത്വം, IT ഇലക്ട്രോണിക്സ് മന്ത്രാലയം എന്നിവയുടെ ചുമതലയുള്ള സഹമന്ത്രിയാണ്. ദെൻ അടുത്തിടെ അന്തരിച്ച ഇന്ത്യയുടെ മിൽഖ സിംഗ്, പരക്കും സിംഗ് എന്നറിയപ്പെടുന്ന മിൽഖ സിംഗിന്റെ ആത്മകഥയുടെ പേരാണ് ദ റേസ് ഓഫ് മൈ ലൈഫ്. 2021 ജപ്പാനിലെ ഫുക്കുവോക്ക ഗ്രാൻഡ് പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ മാധ്യമ പ്രവർത്തകൻ ആരാണ്? P സായിനാഥ്. അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ഇന്ത്യൻ ആരാണ്? മിഥാലി രാജ്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ശ്രദ്ധിച്ചോണം, അടുത്തിടെ DRDO വിജയകരമായി പരീക്ഷിച്ച 2000 കിലോമീറ്റർ ദൂരപരിധിയുള്ള ആണവശേഷിയുള്ള സർഫസ് ടു സർഫസ് മിസൈൽ. ശ്രദ്ധിച്ചോണം, ഇത് അഗ്നിയുടെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ ആണ്. അഗ്നി പ്രൈം എന്നാണ് അതിന്റെ പേര്. അടുത്തിടെ DRDO വിജയകരമായി പരീക്ഷിച്ച 2000 കിലോമീറ്റർ ദൂരപരിധിയുള്ള
ആണവശേഷിയുള്ള സർഫസ് ടു സർഫസ് മിസൈൽ. ആണവശേഷിയുള്ള സർഫസ് ടു സർഫസ് മിസൈൽ, അതിന്റെ പേരാണെന്ത്? അഗ്നി പ്രൈം. പഠിക്കുക, അതിന്റെ പേരാണെന്ത്? അഗ്നി പ്രൈം. അടുത്തിടെ DRDO വിജയകരമായി പരീക്ഷിച്ച ആണവശേഷിയുള്ള 2000 കിലോമീറ്റർ ദൂരപരിധിയുള്ള സർഫസ് ടു സർഫസ് മിസൈലിന്റെ പേരാണെന്ത്? അഗ്നി പ്രൈം. എന്താണ്? അഗ്നി പ്രൈം. കിട്ടിയല്ലോ. ദെൻ ഇന്ത്യൻ സിനിമയിലെ ഇതിഹാസ താരമായിരുന്ന ദിലീപ് കുമാർ അടുത്തിടെ അന്തരിച്ചു. അപ്പോൾ ചോദിക്കാം, എന്താണ് ദിലീപ് കുമാറിന്റെ യഥാർത്ഥ പേര്? മുഹമ്മദ് യൂസഫ് ഖാൻ. അന്തരിച്ച ഇന്ത്യൻ സിനിമയിലെ ഇതിഹാസ നടൻ ദിലീപ് കുമാറിന്റെ യഥാർത്ഥ പേരെന്താണ്? മുഹമ്മദ് യൂസഫ് ഖാൻ. അദ്ദേഹത്തിന് 1991 പത്മഭൂഷണും 1994 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരവും 2015 പത്മവിഭൂഷണം ലഭിച്ചു. അപ്പോൾ അടുത്തിടെ അന്തരിച്ച ദിലീപ് കുമാറിന്റെ യഥാർത്ഥ പേര് എന്താണ്? മുഹമ്മദ് യൂസഫ് ഖാൻ എന്നാണ്. രാജ്യം അദ്ദേഹത്തെ പത്മഭൂഷൺ നൽകി ആദരിച്ചു. ഏത് വർഷം? 91. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നൽകി ആദരിച്ചു. ഏത് വർഷം? 94. പത്മവിഭൂഷൺ നൽകി. ഏത് വർഷം? 2015. ദാൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ICCയുടെ പ്രഥമ ഇന്റർനാഷണൽ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ്. നമുക്കറിയാം, ആദ്യമായിട്ട് ടെസ്റ്റ് വേൾഡ് കപ്പ് നടത്തി. അതിൽ ജേതാക്കളായതാരാണ്? ന്യൂസിലൻഡ് ആണ്. ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ പ്രഥമ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ, ടെസ്റ്റ് വേൾഡ് കപ്പ് ജേതാക്കൾ ആരെന്ന് ചോദിച്ചാലാണ്? ന്യൂസിലൻഡ് ആണ്. ഫൈനലിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തി. വേദിയായത് സതാംപ്ടൺ ആയിരുന്നു. എവിടെയായിരുന്നു വേദി? സതാംപ്ടൺ ആയിരുന്നു. അപ്പോൾ ഫൈനലിലെ മികച്ച താരം ആരെന്ന് ചോദിച്ചാൽ ന്യൂസിലൻഡിന്റെ കൈൽ ജെയ്മീസൺ ആണ്. ഫൈനലിലെ മികച്ച താരമാരായിരുന്നു? ന്യൂസിലൻഡിന്റെ കൈൽ ജെയ്മീസൺ ആണ് ഫൈനലിലെ മികച്ച താരം. പഠിച്ചോണം, ICCയുടെ പ്രഥമ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ജേതാക്കളായി മാറിയതാരാണ്? അത് ന്യൂസിലൻഡ് ആണ്. ഫൈനലിൽ ഇന്ത്യയാണ് പരാജയപ്പെടുത്തിയത്. അവിടെ മികച്ച താരമായിട്ട് ഫൈനലിൽ തെരഞ്ഞെടുക്കപ്പെട്ട ആരാണ്? ന്യൂസിലൻഡിന്റെ കൈൽ ജെയ്മീസൺ ആണ്. അതേപോലെ ഈ ടൂർണമെന്റിന്റെ വേദിയായത് എവിടെയാണ്? സതാംപ്ടൺ. പഠിക്കുക. ദെൻ 2021 ബ്രസീലിൽ നടന്നത് എത്രാമത്തെ കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റ് ആണെന്ന് ചോദിക്കാം. 2021 ബ്രസീലിൽ നടന്നത് എത്രാമത്തെ കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റ് ആണ്? 47. എത്രാമത്തെ കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റ് ആണ്? 47. അപ്പോൾ 47ാമത് കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റ് വേദിയായത് എവിടെയായിരുന്നു? ബ്രസീൽ. ജേതാക്കൾ അർജന്റീന. ഫൈനലിൽ ആരെ പരാജയപ്പെടുത്തി? ബ്രസീലിനെ പരാജയപ്പെടുത്തി. 20 നടക്കേണ്ട ടൂർണമെന്റ് ആയിരുന്നു, കോവിഡ് കാരണം മാറ്റി വെച്ചാണ്. അപ്പൊ 2021 കോപ്പ അമേരിക്ക ഫുട്ബോൾ എത്രാമത്തെ ടൂർണമെന്റ് ആയിരുന്നു? 47. വേദിയായത് എവിടെയാണ്? ബ്രസീല്. ജേതാക്കളായതാരാണ്? അർജന്റീന. ഫൈനൽ ആരെ പരാജയപ്പെടുത്തി? ബ്രസീലിനെ പരാജയപ്പെടുത്തി. ക്ലിയർ ആണല്ലോ. ദെൻ ശ്രദ്ധിച്ചോണം. അടുത്തിടെ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗ്രാൻഡ് മാസ്റ്റർ എന്ന പദവി, ചെസ്സുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗ്രാൻഡ് മാസ്റ്റർ എന്ന പദവി സ്വന്തമാക്കിയത് അമേരിക്കക്കാരനായ ഇന്ത്യൻ വംശജനായ 12 വയസ്സുള്ള കുട്ടിയാണ് അഭിമന്യു മിശ്ര. പഠിക്കുക, നിലവിൽ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗ്രാൻഡ് മാസ്റ്റർ എന്ന റെക്കോർഡ് ആർക്കാണ്? ഇന്ത്യൻ വംശജനായ അഭിമന്യു മിശ്രയ്ക്കാണ്. പഠിക്കുക, നിലവിൽ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗ്രാൻഡ് മാസ്റ്റർ പദവി ആർക്കാണ്? അഭിമന്യു മിശ്ര. വീണ്ടും സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. വിൻഡോസിന്റെ ഏറ്റവും പുതിയ വേർഷൻ ഏത്? വിൻഡോസ് 11. നമുക്കറിയാം, സ്ഥിരമായി ചോദിക്കല്ലോ. വിൻഡോസിന്റെ ആദ്യ വെർഷൻ 1985 പുറത്തിറക്കിയത്. അപ്പോൾ വിൻഡോസിന്റെ ഏറ്റവും പുതിയ വേർഷൻ ഏതെന്ന് ചോദിച്ചതാണ്? വിൻഡോസ് 11. പഠിക്കുക, വിൻഡോസിന്റെ ഏറ്റവും പുതിയ വേർഷൻ ഏതാണ്? വിൻഡോസ് 11. ഇമ്പോർട്ടന്റ് ആണ്. ദെൻ വളരെ റെയർ ആയിട്ടുള്ള പോയിന്റ് ആണ്, ശ്രദ്ധിച്ചോണം. ഹെയ്ത്തി എന്ന് പറയുന്ന കരീബിയൻ രാജ്യത്തെ പ്രസിഡന്റ് ആഭ്യന്തര കലഹങ്ങൾക്കിടയിൽ അടുത്തിടെ വെടിയേറ്റു മരിച്ചു. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, അടുത്തിടെ വെടിയേറ്റു മരിച്ച ജൊവനൈൽ മോസെ ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു ചോദിക്കാം. ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു? ഹെയ്ത്തി എന്ന് പറയുന്ന കരീബിയൻ രാജ്യത്തിന്റെ പ്രസിഡന്റ് ആണ്. ശ്രദ്ധിച്ചോണം, അടുത്തിടെ വെടിയേറ്റു മരിച്ച ജൊവനൈൽ മോസെ ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഹെയ്ത്തി എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രസിഡന്റ് ആണ്. പഠിച്ചോണം, അടുത്തിടെ വെടിയേറ്റു മരിച്ച ജൊവനൈൽ മോസെ ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു? ഹെയ്ത്തി എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രസിഡന്റ് ആണ്. പഠിക്കുക. ദെൻ 2020 യൂറോ കപ്പ് ഫുട്ബോൾ ജേതാക്കൾ ആര്? 2020 യൂറോ കപ്പ് ഫുട്ബോൾ ജേതാക്കൾ ഇറ്റലിയാണ്. ഫൈനൽ അവര് ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി. 2020 യൂറോ കപ്പ് ഫുട്ബോൾ ജേതാക്കൾ ആരെന്ന് ചോദിച്ചാലാണ്? ഇറ്റലിയാണ്. ഫൈനൽ അവര് ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി. നമ്മൾ ടെന്നീസ് പഠിച്ച പോലെ ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ കണ്ടിന്യൂസ് ക്ലാസ്സുകൾ സെപ്പറേറ്റ് വരുന്നുണ്ട് ടോപ്പിക് വൈസ്. അതുകൊണ്ട് അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, അടുത്തിടെ DRDO വിജയകരമായി പരീക്ഷിച്ച ആണവശേഷിയുള്ള 2000 കിലോമീറ്റർ ദൂരപരിധിയുള്ള സർഫസ് ടു സർഫസ് മിസൈൽ ഏതാണ്? അഗ്നി പ്രൈം.
അടുത്തിടെ അന്തരിച്ച ഇന്ത്യൻ സിനിമയിലെ ഇതിഹാസ താരം ദിലീപ് കുമാറിന്റെ യഥാർത്ഥ പേര് മുഹമ്മദ് യൂസഫ് ഖാൻ. അദ്ദേഹത്തിന് പത്മഭൂഷൺ 1991-ലും ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം 94-ലും പത്മവിഭൂഷൺ 2015 ലഭിച്ചു. ക്ലിയർ ആണല്ലോ. ദെൻ ICCയുടെ പ്രഥമ ടെസ്റ്റ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ ആരാണ്? ന്യൂസിലൻഡ് ആണ്. ഫൈനലിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തി. ഫൈനലിലെ താരമാരായിരുന്നു? കെയിൽ ജെയ്മീസൺ ആണ്. അതേപോലെ തന്നെ ഓർക്കണം, വേദിയായത് എവിടെയാണ്? സതാംപ്ടൺ ആണ്. വേദി എവിടെയായിരുന്നു? സതാംപ്ടൺ ആണ്. ദെൻ 2021 നടന്നത് എത്രാമത്തെ കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റ് ആയിരുന്നു? 47. വേദി എവിടെയായിരുന്നു? ബ്രസീല്. ജേതാക്കളായതാരാണ്? അർജന്റീന. ഫൈനൽ ആരെ പരാജയപ്പെടുത്തി? ബ്രസീലിനെ പരാജയപ്പെടുത്തി. ദെൻ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗ്രാൻഡ് മാസ്റ്റർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ഇന്ത്യൻ വംശജൻ ആരാണ്? അഭിമന്യു മിശ്ര. വിൻഡോസിന്റെ ഏറ്റവും പുതിയ വേർഷൻ ഏതാണ്? വിൻഡോസ് 11. അടുത്തിടെ വെടിയേറ്റു മരിച്ച ജൊവനൈൽ മോസെ ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു? ഹെയ്ത്തി. 2020 യൂറോ കപ്പ് ഫുട്ബോൾ ജേതാക്കൾ ആരാണ്? ഇറ്റലി. ഫൈനലിൽ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി. അപ്പോൾ 2021 ജൂലൈ മാസത്തിലെ PSC ബുള്ളറ്റിൽ നിന്നുള്ള മുഴുവൻ പോയിന്റുകളും വളരെ ഈസി ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതുപോലെ ഈ ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു എന്ന് എനിക്ക് ഉറപ്പാണ്. അതൊരിക്കൽ കൂടി ഉറപ്പിക്കാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ റിവൈസ് ചെയ്യാണ്. ഞാൻ ക്വസ്റ്റ്യൻ പറയുന്ന സമയത്ത് ആൻസർ റീകളക്ട് ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ അതുപോലെ നമ്മൾ ഇതുവരെ പഠിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരിക്കൽ കൂടി ഒന്ന് റിവൈസ് ചെയ്യാണ്. ഞാൻ ക്വസ്റ്റ്യൻ പറയുന്ന സമയത്ത് ആൻസർ റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് എല്ലാവരും ശ്രദ്ധിക്കുക. ഫസ്റ്റ്, അടുത്തിടെ അന്തരിച്ച S രമേശൻ നായർക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏത്? ഗുരു പൗർണമി. കിട്ടുന്നുണ്ടോ? ഗുരു പൗർണമി 2018 അന്തരിച്ച ഗാനരചയിതാവ് പൂവച്ചൽ ഖാദറിന്റെ പ്രശസ്തമായ കവിതാ സമാഹാരങ്ങൾ ഏതൊക്കെ? പൂവച്ചൽ ഖാദറിന്റെ പ്രശസ്തമായ കവിതാ സമാഹാരങ്ങൾ ഏതൊക്കെ? കിട്ടുന്നുണ്ടോ? കളിവീണ, പാടുവാൻ, പഠിക്കുവാൻ. ഏതൊക്കെയായിരുന്നു? കളിവീണ, പാടുവാൻ, പഠിക്കുവാൻ. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഗാന സമാഹാരം ഏതായിരുന്നു? ചിത്തിരത്തോണി. അടുത്തിടെ അന്തരിച്ച കർണാടക സംഗീതജ്ഞ, കേരള പട്ടമ്മാൾ എന്നറിയപ്പെടുന്ന ആരെയാണ്? പാറശാല ബി പൊന്നമ്മാൾ. പാറശാല ബി പൊന്നമ്മാൾക്ക് പത്മശ്രീ ലഭിച്ചത് ഏത് വർഷമായിരുന്നു? കിട്ടുന്നുണ്ടോ? പാറശാല ബി പൊന്നമ്മാൾക്ക് പത്മശ്രീ ലഭിച്ച വർഷം ഏത് വർഷമായിരുന്നു? കിട്ടുന്നുണ്ടോ? 2017. അതുപോലെ 2021 റഷ്യയിലെ ചെബസ്കറി ചലച്ചിത്രമേളയിൽ മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം ലഭിച്ച മലയാള സിനിമ ഏതായിരുന്നു? മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം ലഭിച്ച മലയാള സിനിമ ഹാസ്യം. ഹാസ്യം ആരാണ് സംവിധാനം ചെയ്തത്? ഹാസ്യം ആരാണ് സംവിധാനം ചെയ്തത്? ജയരാജ്. കിട്ടുന്നുണ്ടല്ലോ. കേരളത്തിന്റെ പുതിയ DGP ആയി നിയമിതനായ വ്യക്തി ആരാണ്? കേരളത്തിന്റെ പുതിയ DGP അനിൽ കാന്ത്. കിട്ടിയല്ലോ. അടുത്തിടെ അന്തരിച്ച കേരളത്തിന്റെ ആയുർവേദ കുലപതി എന്നറിയപ്പെടുന്ന വ്യക്തി, കേരളത്തിന്റെ ആയുർവേദ കുലപതി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? PK വാര്യർ. കിട്ടിയല്ലോ. കേരളത്തിന്റെ ആയുർവേദ കുലപതി എന്നറിയപ്പെടുന്ന ആരെയാണ്? PK വാര്യരെയാണ്. PK വാര്യരുടെ ആത്മകഥയുടെ പേരെന്തായിരുന്നു? കിട്ടുന്നുണ്ടോ? PK വാര്യരുടെ ആത്മകഥയുടെ പേര് സ്മൃതി പർവം. PK വാര്യരുടെ ആത്മകഥയുടെ പേരെന്തായിരുന്നു? സ്മൃതി പർവം. അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ച ഏത് വർഷമായിരുന്നു? PK വാര്യർക്ക്. കിട്ടുന്നുണ്ടോ? PK വാര്യർക്ക് പത്മശ്രീ ലഭിച്ച ഏത് വർഷമായിരുന്നു? 1999. പത്മഭൂഷൺ ലഭിച്ച ഏത് വർഷമായിരുന്നു? പത്മഭൂഷൺ ലഭിച്ചത് 2010. പത്മഭൂഷൺ ലഭിച്ച ഏത് വർഷമായിരുന്നു? 2010. കിട്ടുന്നുണ്ടല്ലോ ഇത്രയും പോയിന്റ്സ്. അതേപോലെ കേരളത്തിൽ ആദ്യമായി സിക്ക വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട എവിടെയായിരുന്നു? കേരളത്തിൽ ആദ്യമായി സിക്ക വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഏത് ജില്ലയിലാണ്? സിക്ക വൈറസ് തിരുവനന്തപുരം. കിട്ടിയല്ലോ. അതുപോലെ കുരങ്ങന്മാരിലാണ് ആദ്യമായിട്ട് സിക്ക വൈറസ് റിപ്പോർട്ട് ചെയ്തത് 1947. എവിടെയായിരുന്നു? ഉഗാണ്ടയിൽ. ആദ്യമായി മനുഷ്യരിൽ സിക്ക വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഏത് രാജ്യത്തായിരുന്നു? മനുഷ്യരിൽ. കിട്ടുന്നുണ്ടോ? നൈജീരിയയിലായിരുന്നു 1954. അതേപോലെ അടുത്തിടെ കേന്ദ്ര സഹമന്ത്രിയായി ചുമതലയേറ്റ മലയാളി ആരാണ്? രാജീവ് ചന്ദ്രശേഖറാണ്. V മുരളീധരനുണ്ട്. പുതിയ മന്ത്രിസഭയിൽ ഇപ്പോൾ മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ചപ്പോൾ രാജീവ് ചന്ദ്രശേഖർ എന്ന മലയാളി കൂടി കേന്ദ്ര മന്ത്രിസഭയിൽ എത്തിയിട്ടുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചു വെച്ചോണം. അതേപോലെ അടുത്തിടെ അന്തരിച്ച പരക്കും സിംഗ് എന്നറിയപ്പെടുന്ന മിൽഖാ സിംഗിന്റെ ആത്മകഥയുടെ പേര് എന്തായിരുന്നു? മിൽഖാ സിംഗിന്റെ ആത്മകഥയുടെ പേര് കിട്ടുന്നുണ്ടോ? ദ റേസ് ഓഫ് മൈ ലൈഫ്. ദ റേസ് ഓഫ് മൈ ലൈഫ്. അദ്ദേഹം ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ച ഒളിമ്പിക്സ് ഏതായിരുന്നു? 1960 റോം ഒളിമ്പിക്സ് ആയിരുന്നു. 2021 ജപ്പാന്റെ ഫുക്കുവോക്ക ഗ്രാൻഡ് പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ മാധ്യമ പ്രവർത്തകൻ ആരായിരുന്നു? P സായിനാഥ്. കിട്ടിയല്ലോ. P സായിനാഥ്. ഇന്ത്യൻ സിനിമയിലെ ഇതിഹാസ താരമായ ദിലീപ് കുമാർ അടുത്തിടെ അന്തരിച്ചു. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്തായിരുന്നു? ദിലീപ് കുമാറിന്റെ യഥാർത്ഥ പേരെന്തായിരുന്നു? മുഹമ്മദ് യൂസഫ് ഖാൻ. കിട്ടിയിട്ടുണ്ടല്ലോ. മുഹമ്മദ് യൂസഫ് ഖാൻ. അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചത് ഏത് വർഷമായിരുന്നു? പത്മഭൂഷൺ 1991. പത്മവിഭൂഷൺ ലഭിച്ച ഏത് വർഷമായിരുന്നു? 2015.
ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച ഏത് വർഷമായിരുന്നു? 1994. ഇതൊക്കെ റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം എന്ന റെക്കോർഡ് അടുത്തിടെ സ്വന്തമാക്കിയത്? അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം എന്ന റെക്കോർഡ് അടുത്തിടെ സ്വന്തമാക്കിയത് ആരാണ്? മിഥാലി രാജ്. കിട്ടുന്നുണ്ടോ? മിഥാലി രാജ് ഇംഗ്ലണ്ടിലെ ചാർലറ്റ് എഡ്വേർഡിനെ മറികടന്നു. അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ 10,000 റൺസ് നേടിയ ആദ്യ താരമാരെന്ന് ചോദിച്ചാൽ ചാർലറ്റ് എഡ്വേർഡ് ആണ്. രണ്ടാമത്തെ താരമാണ് മിഥാലി രാജ്. DRDO അടുത്തിടെ പരീക്ഷിച്ച 2000 കിലോമീറ്റർ ദൂരപരിധിയുള്ള സർഫസ് ടു സർഫസ് ആണവശേഷിയുള്ള മിസൈൽ എന്തായിരുന്നു? അഗ്നി പ്രൈം. കേട്ടിട്ടുണ്ടല്ലോ, അഗ്നി പ്രൈം. ICCയുടെ പ്രഥമ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ. ICCയുടെ പ്രഥമ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ ആരാണ്? ന്യൂസിലൻഡ്. ഫൈനൽ ആരെ പരാജയപ്പെടുത്തി? ഇന്ത്യയെ പരാജയപ്പെടുത്തി. അതേപോലെ ഫൈനലിലെ മാൻ ഓഫ് ദ മാച്ച് ആരായിരുന്നു? കെയ്ൽ ജെയ്മീസൺ. കെയ്ൽ ജെയ്മീസൺ. വേദിയായത് ഏത് സ്ഥലമായിരുന്നു? കിട്ടുന്നുണ്ടോ? വേദി ഏത് സ്ഥലമായിരുന്നു? സതാംപ്ടൺ. അതേപോലെ 2021 നടന്നത് എത്രാമത്തെ കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റ് ആയിരുന്നു? എത്രാമത്തെ കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റ് ആയിരുന്നു? 47. ആരാണ് ജേതാക്കളായത്? അർജന്റീന. ആരെ പരാജയപ്പെടുത്തി? ബ്രസീലിനെ പരാജയപ്പെടുത്തി. വേദിയും എവിടെയായിരുന്നു? ബ്രസീലിലായിരുന്നു. 2020 യൂറോ കപ്പ് ഫുട്ബോൾ ജേതാക്കൾ ആരാണ്? 2020 യൂറോ കപ്പ് ഫുട്ബോൾ ജേതാക്കൾ ഇറ്റലി ആയിരുന്നു. 2020 യൂറോ കപ്പ് ഫുട്ബോൾ ജേതാക്കൾ ആരായിരുന്നു? ഇറ്റലി. ആരെ പരാജയപ്പെടുത്തി? ഇംഗ്ലണ്ടിനെ. അതേപോലെ അടുത്തിടെ വെടിയേറ്റു മരിച്ച ജൊവനിൽ മോസെ ഏത് രാജ്യത്തിലെ പ്രസിഡന്റ് ആയിരുന്നു? ഹെയ്ത്തി. ഏത് രാജ്യത്തിലെ പ്രസിഡന്റ് ആയിരുന്നു? ഹെയ്ത്തി. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ എന്ന പദവി സ്വന്തമാക്കിയ ഇന്ത്യൻ വംശജൻ, അമേരിക്കനാണ്, ഇന്ത്യൻ വംശജനാണ്. ആരാണ്? അഭിമന്യു മിശ്ര. പേര് കിട്ടുന്നുണ്ടല്ലോ, അഭിമന്യു മിശ്ര. ദെൻ വിൻഡോസിന്റെ ഏറ്റവും പുതിയ വേർഷൻ, വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഏറ്റവും പുതിയ വേർഷൻ ഏതാണ്? വിൻഡോസ് 11. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പഠിച്ച പോയിന്റ്സ് എല്ലാം എല്ലാവർക്കും റീകളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെല്ലാം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ ജൂലൈ മാസത്തിലെ PSC ബുള്ളറ്റിനെ ബേസുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. മറ്റു സോഴ്സിനുള്ള ക്ലാസ്സുകൾ ഉടൻ തന്നെ ഉണ്ടാകും. ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക്